പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വരുന്ന പ്രധാനപ്പെട്ട വാർത്ത കൊച്ചി തീരത്തു നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ ചരിഞ്ഞ ചരക്കുകപ്പൽ അത് പൂർണ്ണമായും മുങ്ങുന്നു എന്ന പുതിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സഹിൻ, പറയാം, എന്താണ് നിലവിലെ സാഹചര്യം? സേതു MSC എൽസാത്രി എന്ന് പറയുന്ന കപ്പൽ പൂർണ്ണമായി മുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പനേരം മുൻപ് ഇന്ത്യൻ നാവികസേനയുടെ അറിയിപ്പുണ്ടായിരുന്നു. കപ്പലിൽ അവശേഷിച്ചിരുന്ന ക്യാപ്റ്റൻ അടക്കമുള്ള 3 ജീവനക്കാരെയും കപ്പലിൽ നിന്ന് മാറ്റി എന്നുള്ളതായിരുന്നു ഇന്ത്യൻ നാവികസേന അറിയിച്ചിരുന്നത്. ഇതേ തുടർന്ന് തന്നെ നമ്മൾക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടായിരുന്നു. ഈ കപ്പൽ മുങ്ങാൻ പോകുന്നു, കപ്പൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും ഇന്നലെ ഉച്ച മുതൽ തന്നെ ഈ കപ്പൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതിലെ കണ്ടെയ്നറുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കണ്ടെയ്നറുകൾ ഇനി നമ്മുടെ തീരങ്ങളിലേക്ക്, കേരളത്തിൻ്റെ തീരങ്ങളിലേക്ക് അടുക്കാനുള്ള സാധ്യത ഇന്ത്യൻ നാവികസേന തള്ളിക്കളയുന്നില്ല. ഇതിൽ പ്രധാനമായും ആലപ്പുഴയുടെയും കൊച്ചിയുടെയും തീരങ്ങളിലേക്കായിരിക്കും ഈ കണ്ടെയ്നറുകൾ വരിക. ഇപ്പോൾ 490ഓളം കണ്ടെയ്നറുകളായിരുന്നു ഈ കപ്പൽ ആകമാനം ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിരുന്നു. മാത്രമല്ല കപ്പൽ കൂടുതൽ ചരിയുകയും ചെയ്തു. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ 38 ഡിഗ്രിയിൽ ചരിഞ്ഞിരുന്ന കപ്പൽ ഇന്ന് പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ നാവികസേന അറിയിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ INS സുജാത എന്ന് പറയുന്ന മറ്റൊരു കപ്പലിലേക്ക് ശേഷിക്കുന്ന 3 ജീവനക്കാരെ കൂടി മാറ്റിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ അടക്കമുള്ള 3 ജീവനക്കാരെ കൂടി INS സുജാതയിലേക്ക് മാറ്റുകയും കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും സുരക്ഷിതമായി കരയിൽ മറ്റൊരിടത്തേക്ക് മാറ്റാനും ഇന്ത്യൻ നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കും കഴിഞ്ഞു. പക്ഷേ കപ്പൽ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതായത് കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. ഇതേ MSC എൽസയുടെ തന്നെ മറ്റൊരു കപ്പലും അവിടെ എത്തിയിരുന്നു. എന്നാൽ ആ കപ്പലിൽ ഇതിലെ കണ്ടെയ്നറുകൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയം പോലും കിട്ടുന്നതിന് മുൻപേ ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സേതു, ഈ കപ്പലിനെ കെട്ടിവലിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വിദഗ്ധ വിലയിരുത്തലുകളൊക്കെ നടക്കുകയായിരുന്നു രാവിലെ മുതൽ തന്നെ. ഈ കപ്പൽ തുടർന്നിരുന്ന ക്യാപ്റ്റൻ അടക്കമുള്ള 3 പേരെ മാറ്റുന്നതിനിടയിലാണോ, എങ്ങനെയാണ് ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങുന്നതിലേക്ക് എത്തിയത് സഹിൻ? സേതു, അതായത് കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ കടൽ സുരക്ഷിതമായി കൊണ്ടുപോകുക സാധ്യമാണെന്ന് അവർക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാപ്റ്റൻ അടക്കമുള്ള 3 ജീവനക്കാരെയും മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ നാവികസേന എത്തിച്ചേർന്നത്, തീരസംരക്ഷണ സേന എത്തിച്ചേർന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ക്യാപ്റ്റൻ അടക്കമുള്ള 3 ജീവനക്കാരെയും കപ്പലിൽ നിന്ന് മാറ്റുകയായിരുന്നു. അത് മാത്രമല്ല തൊട്ടടുത്തുള്ള INS സുജാത എന്ന് പറയുന്ന കപ്പലിലേക്കാണ് ഈ 3 പേരെയും മാറ്റിയത്. ഈ 3 പേരും INS സുജാതയിൽ സുരക്ഷിതരാണ്. ഇപ്പോൾ 24 ജീവനക്കാരും കപ്പലിൽ സുരക്ഷിതരായി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സേതു, ഇനി ഇപ്പോൾ അറിയേണ്ടത് സഹിൻ, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ടാണ്. എത്ര കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു? അവയെ എടുക്കാൻ, ഈ വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നവയാണോ? ഈ കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കലർന്നാൽ ഏതെങ്കിലും ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് പോകുമോ? എന്താണ് ഈ കണ്ടെയ്നർ, കടലിൽ പതിച്ച കണ്ടെയ്നറുകളിലുള്ളിലെ കണ്ടന്റ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി ഒരു വ്യക്തത വേണ്ടത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ നിരീക്ഷിക്കുന്നത് ഇപ്പോൾ? സേതു, അതായത് ഹസാഡസ് കെമിക്കൽസ് ആണ് ഇതിനകത്ത് എന്നുള്ളത് മാത്രമേ നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി വേർതിരിച്ചു പറയേണ്ടതുണ്ട്. കൃത്യമായി തന്നെ ഈ ഷിപ്പ് പുറപ്പെടുന്ന സമയത്ത് തന്നെ കൃത്യമായ അതിൻ്റെ ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടാകും. അത് ഇന്ത്യൻ നാവികസേനയും ഇപ്പോൾ പോർട്ടിനും ഇതിൻ്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അവരത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. നമ്മൾക്കറിയാവുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ബാരലുകളായിരിക്കാം, അല്ലെങ്കിൽ വലിയ ഡപ്പകളായിരിക്കാം. നമുക്ക് മടങ്ങിയെത്താൻ, കാരണം അത്രത്തോളം ഗൗരവതരമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം. അതായത് കപ്പലിനെ നിവർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. കപ്പൽ അടിത്തട്ടിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിവർത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു രാവിലെയും ഒക്കെ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ അതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരികയുമായിരുന്നു. പക്ഷേ കപ്പൽ ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായി മുങ്ങി എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഒപ്പം തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ എന്താണ്? ഈ കണ്ടെയ്നറിനുള്ളിൽ അതിനി എങ്ങനെ പുറത്തെത്തിക്കാൻ കഴിയുമോ? അത് തീരത്തേക്ക് അടുക്കുമോ? എങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്തുക്കളാണോ അതിനുള്ളിൽ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്.